ഷെരീഫ്, ഈ അപകടം കാണുമ്പോൾ താങ്കൾക്ക് തോന്നുന്നത് എന്താണ്? ആ പൈലറ്റ് കടന്നു പോയിട്ടുണ്ടാവുന്ന ഒരു ഘട്ടങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം അഭിമുഖീകരിച്ച പ്രശ്നം എന്തായിരിക്കുമെന്നാണ് താങ്കളൊന്ന് മെസ്സസ് ചെയ്യുന്നത്? ഇത് ഈ എയർപോർട്ടിന്റെ അടുത്തൊന്നും ഒരു ഒബ്സ്റ്റക്കിളും ഉണ്ടായില്ല. അത് എല്ലാ എയർപോർട്ടിന്റെയും നിയമമാണ്. വലിയൊരു മരങ്ങളോ അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകളോ അതിനൊന്നുള്ള പെർമിഷൻ ഉണ്ടായില്ല. ബോംബെയിൽ പോലും ഉണ്ടാവത്തില്ല. ബോംബെ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബിസിയസ്റ്റ് തിക്ലി പോപ്പുലേറ്റഡ് ഏരിയ ആണല്ലോ. അവിടെ അതൊന്നും അല്ല കാരണം. ഈ 787 എന്ന് പറഞ്ഞ ഏറ്റവും നല്ല പ്ലെയിൻ ആണ്. എയർ ഇന്ത്യന്റെ വെൽ മെയിൻറ്റൈൻഡ് എയർക്രാഫ്റ്റ് ആണ്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ കയ്യിലുണ്ടാകുമ്പോഴും അല്ലാതെ ഇപ്പൊ ടാറ്റ എടുത്തതിന്റെ ശേഷം ഏറ്റവും നല്ല വെൽ മെയിൻറ്റൈൻഡ് ഫിസിക്കലി എഞ്ചിനും ഇതൊക്കെ വെരി വെൽ മെയിൻറ്റൈൻഡ്. ടയർ ചേഞ്ചിങ്ങും ഇതൊക്കെ ഓൺ ടൈമിൽ ഫ്യൂൽ എടുക്കും. ഇനഫ് ഫ്യൂൽ എടുക്കാതെ അവര് എപ്പം ഡിപ്പാർച്ചർ ആയില്ല. അതർ എയർലൈൻസ് ഇപ്പൊ ഇവിടെ നമ്പർ 1 എന്നെല്ലാം പറയുന്ന അവര് കണ്ടമാനം ഫ്ലൈ ചെയ്യും, ആള് മാറും, പൈലറ്റ്സ് മാറുന്നല്ലാതെ എയർക്രാഫ്റ്റ് ഒന്നു തന്നെ ആയിരിക്കും. അങ്ങനെ ഫ്ലൈ ചെയ്യാൻ പാടില്ല. ഈ ഹൈലി ഇൻഫ്ലുവൻഷ്യലുള്ള DGCAയുടെ കയ്യിൽ ആണെങ്കിൽ അവര് എന്തും ചെയ്തു കൊടുക്കുന്നു, അല്ലാത്തവരെ പിടിച്ചു വീഴുകയും ചെയ്യുന്ന അങ്ങനെയുള്ള മെയിൻ്റെനൻസ് വളരെ പുവറാണ് അതേ സം എയർലൈൻസ്. ഈ ടാറ്റാന്റെ ഈ 787 വൺ ഓഫ് ദ ബെസ്റ്റ് എയർക്രാഫ്റ്റ് ആണ്. ഇതെന്തോ എഞ്ചിൻ ഫെയിലിയർ ആയിരിക്കാം. പൈലറ്റ്സും അങ്ങനെ വെൽ ട്രെയിൻഡ് ആണ്. അല്ലാതെ ഈ 1000 hours ആണെന്ന് പറയുന്നു. ALTP എന്ന് പറഞ്ഞിട്ട് എയർലൈൻ പൈലറ്റ് ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് അത് കിട്ടണമെങ്കിൽ 2500 ബേസിക് 2500 hours കോ പൈലറ്റായി ഫസ്റ്റ് ഓഫീസറായി അത് കഴിഞ്ഞിട്ട് എക്സാം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ALTP ലൈസൻസ് തരിക DGCA. ഓക്കെ, താങ്കൾ വിചാരിക്കുന്നത് ഇതൊരു ഒരു എഞ്ചിൻ ഫെയിലിയർ ആയിരിക്കും എന്നാണ്? രണ്ട് എഞ്ചിനും ഒരുമിച്ച് ഫെയിലായി അങ്ങനെ ആവുന്ന സാധ്യത വളരെ കുറവാണ്. ഇത് എന്ത് സംഭവിച്ചെന്ന് ആയിരിക്കും. ഞാൻ കുറെ പേരോട് സംസാരിച്ചു, കുറെ ക്യാപ്റ്റൻസും ഇതെല്ലാം ആയിട്ട്. അവർക്കൊന്നും അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല എന്താണെന്നുള്ള, എന്ത് സംഭവിച്ചു എന്നുള്ള. ഇത് എഞ്ചിൻ ഫെയിലിയർ ആണ്, അത് 100%. അല്ല പൈലറ്റ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ വേറെ വല്ലതോ ആയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ എഞ്ചിൻ ഫെയിലിയർ പോലുള്ള ഞാൻ എൻ്റെ പരിമിതമായ വിവരം കൊണ്ടാണ് ചോദിക്കുന്നത്. എഞ്ചിൻ നിങ്ങൾ ഈ സെക്യൂരിറ്റി ചെക്ക് സംഗതികളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് നോക്കിയിട്ടല്ലേ ഇത് ടേക്ക് ഓഫ് ചെയ്യുക? അതെ, ഇത് 110 hours ഫ്ലൈറ്റ് ആണ്. 110 ഫ്യൂലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇത്ര ബേസ്റ്റ് ആയി പോയത്. അത് കണ്ടില്ല നിങ്ങൾ? ഈ ഫ്ലെയിം വരുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ, തീ വരുന്നത്. ആസ് സൂൺ ആസ് ടേക്ക് ഓഫിന്റെ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇറ്റ് ഈസ് ക്രാഷ്ഡ്. ഇത് എഞ്ചിൻ ഫെയിലിയർ ആണ് 100%. ഫസ്റ്റ് എഞ്ചിൻ ഒന്ന് ഫെയിലായി. ചിലപ്പോ ചില സമയത്തൊക്കെ ഇതുണ്ടാവുന്ന ചില സമയത്ത് ഇത് എഞ്ചിൻ ഒരുമിച്ച് ഫെയിലാൽ വളരെ ചുരുക്കമാണ്. എന്നാലും ദേ ക്യാൻ ക്ലൈം റിട്ടേൺ ടു ലാൻഡ് അഗൈൻ. പിന്നെ ഫുള്ളി ലോഡഡ് ആണ് ഇത്. ഫുൾ ഫ്യൂല് അല്ലെങ്കിൽ പിന്നെ പാസഞ്ചർ ഗാലി ഫുഡ് പിന്നെ പാസഞ്ചേഴ്സ് ഇതെല്ലാം കൂടുമ്പോൾ റിട്ടേൺ വന്ന് ലാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ഡിഡ്ന്റ് ഗെറ്റ് ടൈം ടു റിട്ടേൺ കം ബാക്ക് ടു ലാൻഡിങ്. അത്ര ഇമ്മീഡിയറ്റ് ആയി പോയി. ഓക്കെ, ഇതിന്റെ ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഞാൻ അറിയാൻ ചോദിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഈ ചിറകുകളിലൊക്കെ എന്തൊക്കെയോ ചില ഫ്ലാപ്സ് അതൊക്കെ മാറ്റുക, എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുത്താറുണ്ട്. പക്ഷെ ഇത്തവണ അത് കണ്ടില്ല. അപ്പോൾ ഇതിന്റെ ഈ ലാൻഡിംഗ് ഗിയറോ എന്താണ് ഇതിന്റെ ടയറുകൾ അകത്തേക്ക് മടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊന്നും പ്രോപ്പറായി ചെയ്ത് കണ്ടില്ല. അപകടത്തിന് മുൻപ് വരെ അങ്ങനെ തന്നെ ഇരുന്നു 650 അടി ഉയരത്തിൽ. അപ്പോൾ മൊത്തത്തിൽ എന്തൊക്കെയോ അൺയൂഷ്വൽ തിങ്സ് കണ്ടു എന്നൊക്കെ അഭിപ്രായം ആളുകൾ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അതെ, യു ക്യാൻ സീ, നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ലാൻഡിംഗ് ഗിയർ റിട്രാക്ട് ആയിരുന്നില്ല. റിട്രാക്ട് എന്നാണ് പറയുന്നത്. അത് 500 feet എബോവ് ആകുമ്പോൾ റിട്രാക്ട് ചെയ്യും ഞങ്ങള്. പൊതുവെ ചെയ്യൽ അങ്ങനെയാണ്. ഇത് അതിനുള്ള എന്തെങ്കിലും ആ സമയത്തുള്ള ചിലപ്പോൾ ബേർഡ് ഹിറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അവിടെ കണ്ടമാനം ബേർഡ്സ് ഉണ്ടാവുന്നു അഹമ്മദാബാദ് എയർപോർട്ടില്. അത് ഒരു ചാൻസ് ആണ്. പിന്നെ 2 എഞ്ചിനും ഒരുമിച്ച് ഇങ്ങനെ ഫെയിലായി. ഇത് 787 ഇത് ആദ്യമായിട്ട് ക്രാഷ് ആകുന്നതാണ് എന്റെ അറിവിൽ. ഏറ്റവും നല്ല എയർക്രാഫ്റ്റും ആണ്, ഏറ്റവും നല്ല വെൽ മെയിൻറ്റൈൻഡ്. പിന്നെ നമ്മൾ പറയുമ്പോൾ ഇത് ചിലപ്പോൾ സീറ്റ്സും ഇതെല്ലാം ആയതുകൊണ്ടാണ് ജനം മുഴുവനും പറയുന്നത് എയർ ഇന്ത്യ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എയർ ഇന്ത്യ അത്ര മോശമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ ഹിസ്റ്ററിയിൽ മുമ്പ് ഇന്ത്യൻ ഗവൺമെന്റ് ഉണ്ടാകുമ്പോഴും ഇപ്പോഴും എയർ ഇന്ത്യ ടാറ്റയും വെൽ മെയിൻറ്റൈൻഡ് ആണ്.
ഇപ്പം നിലം തൊടാതെ ഓടുന്ന പല എയർലൈൻസും മെയിൻ്റനൻസ് 0 ആണ്. ചിലപ്പോൾ 4-5 ലാൻഡിങ്ങിൽ ടയർ ചേഞ്ച് ചെയ്യണം, അത് ചെയ്യാറില്ല അവര്. ഫ്യൂല് ഇതിന്റെ ഇടയിൽ കാലിക്കറ്റിൽ എവിടെയോ റൺവേ കാണണം. നമ്മുടെ ആസ് പെർ ഇന്ത്യൻ റൂൾ വി ഹാവ് ടു സീ ദ റൺവേ ബിഫോർ യു ലാൻഡിങ്. ഓക്കെ, അത് കാണുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ഈ ഗോ അറൗണ്ട് സ്വിച്ചിൽ ഉണ്ടാവും നമ്മുടെ ഒരു വിരൽ, ഈ തള്ള വിരലുണ്ടല്ലോ, അത് ഗോ അറൗണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ബട്ടൺ അമർത്തിയ ഈ വീൽ റിട്രാക്ട് ചെയ്യും, ഫ്ലാപ്സ് ഡൗൺ അപ്വേർഡ്സ് വരും, ഇത് ഓട്ടോമാറ്റിക്കലി സ്പീഡ് ആവും, അതൊക്കെ ഉണ്ട്. ഇതിപ്പോ ഗോ അറൗണ്ട് സ്വിച്ച് എന്നാണ് അതിനെ പറയുന്നത്.